രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഗ്യാസ് തുറന്നു പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു പേടിയും പേടിക്കണ്ട. ഈ ഒരു കുഞ്ഞൻ കെറ്റിൽ വാങ്ങിച്ചാൽ മതി. നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതിലെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയ ട്രേ ഉണ്ട്, മുട്ട വെക്കാൻ പറ്റിയത്, ഒരു ലിഡ് ഉണ്ട്, ഒരു ചെറിയൊരു സ്റ്റീമർ, പിന്നെ അതിൻ്റെ കേബിൾ കാര്യങ്ങൾ, പാത്രം. ഇത് ജസ്റ്റ് എല്ലാം റെഡിയാക്കി വെക്കുക, പ്ലഗ് ചെയ്യുക, അതിൻ്റെ അടിയത്തെ ആ ട്രേയിൽ വെള്ളം ഒഴിക്കുക, പിന്നെ നമ്മൾ സ്റ്റീം ചെയ്യുന്ന പാത്രം വെക്കുക, മുട്ടയുടെ ട്രേ വെക്കാം, അതിൽ മുട്ട ഓരോന്നായി വെച്ചിട്ട് നമുക്ക് ലിഡ് അടക്കാം. നമുക്ക് മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു 8 മിനിറ്റ്, ഒരു മാക്സിമം 10 മിനിറ്റ്, അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ബോയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ മുട്ടയുടെ ട്രേ മാറ്റി നമുക്കതിൽ പഴം, പിന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഇടിയപ്പം ഡയറക്റ്റ് അതിലോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പുട്ടുണ്ടെങ്കിൽ, നമുക്ക് അജിബിയുടെയൊക്കെ പുട്ടുപൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുട്ടും വെള്ളവും ഉപ്പും തേങ്ങ എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് ഡയറക്റ്റ് നിരത്തി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. പുട്ട് അങ്ങനെ ഷേപ്പ് ഉണ്ടാവില്ല എന്നുള്ളൂ, എന്നാലും നമുക്ക് പുട്ട് പൊടിച്ച ആ ഒരു പരുവത്തിൽ നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൊഴുക്കട്ടയിൽ ഉണ്ടാക്കാം, മോമോസ് ഉണ്ടാക്കാം ഇതിൽ. അതുപോലെ നമുക്ക് അതിൻ്റെ മുകളിൽ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും സ്റ്റീം ചെയ്തെടുക്കാവുന്ന എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ആ മുഖത്ത് സ്റ്റീമർ മാറ്റി കഴിഞ്ഞിട്ട് താഴത്തെ തട്ട് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്കതിൽ ഒരു 1-2 പേർക്കുള്ള കഞ്ഞി ഉണ്ടാക്കാം, നെയ്ച്ചോറ്, പിന്നെ സാധാ റൈസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചായ, നല്ല പാൽ ചായ ഉണ്ടാക്കാം, കാപ്പി ഉണ്ടാക്കാം, പാൽ തിളപ്പിക്കാം. അങ്ങനെ ഒരുവിധം രാവിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ചെയ്യാം. എല്ലാതൊന്നും പറ്റിയില്ലെങ്കിലും ഒരുവിധം നമുക്ക് ഗ്യാസ് തുറന്ന് പോയാലും രാവിലത്തെ കാര്യങ്ങളൊന്നും മുടങ്ങാതെ നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇത് വീട്ടമ്മമാർക്ക് മാത്രമല്ല, ഹോസ്റ്റലിൽ താമസിക്കുന്ന ബോയ്സ് ആയിക്കോട്ടെ ഗേൾസിനായിക്കോട്ടെ 2 പേർക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്ലഗൊക്കെ ഉള്ള റൂമാണെങ്കിൽ നമുക്ക് ഇത് വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ റൂമിലൊക്കെ നമുക്ക് കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ, ഇപ്പോൾ നമുക്ക് ഹോസ്റ്റലിൽ കിട്ടുന്ന ഫുഡൊന്നും കുട്ടികൾക്കൊന്നും പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇതിൽ അടിപൊളിയായിട്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഹോസ്റ്റലിലെ കുട്ടികളാകുമ്പോൾ അവർക്ക് എന്താ വേണ്ടത് വെച്ചാൽ അവർക്ക് തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ റൂമിൽ കീപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റീം ചെയ്യുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. അല്ലാതെ നമ്മളിപ്പോൾ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ചൂടാക്കി എടുക്കാനും ഇത് ഉപയോഗപ്പെടുത്താം.